വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും അബുദാബിയിൽ നിന്നുള്ള എത്തിഹാദ് വിമാനം എത്തിയിട്ടുണ്ട്. അതിലെ യാത്രക്കാരെ ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കാണാം. യാത്രക്കാർ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തുകയാണ്. അവരെ കാത്ത് അവരുടെ ബന്ധുക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ 2 ഫ്ലൈറ്റുകൾ വന്നിറങ്ങിയിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്നും അബുദാബിയിൽ നിന്നുമുള്ള 2 ഫ്ലൈറ്റുകളാണ് വന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നിലവിൽ ഇറങ്ങുന്ന ആളുകൾ അത് സിംഗപ്പൂരിൽ നിന്നും ഉള്ള ആളുകൾ കൂടിയുണ്ട്. അബുദാബിയിൽ നിന്ന് എത്തിയ ഒരാളെയാണ്, പുറത്തേക്ക് ഇറങ്ങിയ ഒരാളെയാണ് നമുക്ക് നിലവിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഈ സിംഗപ്പൂർ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ആ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയിരിക്കുന്ന ആളുകളാണ്. അല്പസമയങ്ങൾക്കുള്ളിൽ ബാക്കിയുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങും. ആ വന്നിറങ്ങിയ ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ദുബായിൽ നിന്ന് വന്നതാണ്. അതിനുശേഷം പലയിടങ്ങളിലായിട്ട് കുടുങ്ങി കിടക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളെ അവിടെ കണ്ടു എന്ന് പറയുന്നു. മറ്റു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ തരത്തിലുമുള്ള സഹകരണവും അവിടെയുള്ള എയർപോർട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുത്തു. തങ്ങൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവിടെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നും അവിടെ നിന്ന് വന്നിറങ്ങിയ ഒരാളെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ആ വ്യക്തിയാണ് നമ്മളോട് വന്ന് സംസാരിച്ചതും. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ സന്ദർശന വിസയിലും മറ്റുമായിട്ട് പല ഇടങ്ങളിൽ നിന്ന് വന്നതിന് ശേഷം അബുദാബിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിക്കഴിഞ്ഞ സമയത്തും ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി 2 ദിവസമായിട്ടൊക്കെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, പെട്ടെന്ന് എങ്ങോട്ടേക്ക് മാറണമെന്ന് അറിയാൻ കഴിയാത്ത ആളുകൾ, അങ്ങനെ പല ആളുകളെയും അദ്ദേഹം സംസാരിച്ചു എന്ന് പറയുന്നു. നൽകിയിരിക്കുന്ന കണക്കുകൾ പ്രകാരമാണ് എങ്കിൽ ഏകദേശം 100-ലധികം ആളുകൾ ഫ്ലൈറ്റിലുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അത് വിവിധ ഭാഗങ്ങളിലായിട്ട് വന്ന് കുടുങ്ങിയവരാണ്. ചില ആളുകൾ സന്ദർശന വിസയിൽ പോയവരാണ്. ചില ആളുകൾ അബുദാബിയിൽ വന്നിറങ്ങിയതിന് ശേഷം മറ്റൊരു ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് എത്തി അവിടെ കുടുങ്ങിക്കിടന്ന ആളുകളുമുണ്ട്. അങ്ങനെ വന്നിറങ്ങിയിരിക്കുന്ന പല ആളുകളുമുണ്ട്. അങ്ങനെ കുടുങ്ങിയിരിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ളൊരു കണക്ക് പറയുകയാണ് എങ്കിൽ 100-ലധികം ആളുകളാണ് ആ എത്തിഹാദ് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ പല ആളുകളും അത് 2 ഫ്ലൈറ്റുകൾ ഒരുമിച്ച് വന്ന് ഇറങ്ങിയതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവരെ നമുക്ക് പെട്ടെന്നൊന്ന് അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് പ്രജിൻ. പക്ഷേ എന്നിരുന്നാൽ പോലും വളരെ ആശ്വാസകരമായിട്ടുള്ള ആളുകളാണ്. ചില ആളുകളോടൊക്കെ നമ്മൾ ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ചില ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഒട്ടുമിക്ക ആളുകളുമൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇവിടെ വന്നതിന് ശേഷമാണെങ്കിൽ പോലും അബുദാബിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ബന്ധു അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നൊക്കെ വന്ന് ചോദിച്ച കൂത്താട്ടുകുളം സ്വദേശിയൊക്കെ ഉണ്ട്. അദ്ദേഹമൊക്കെ ഇപ്പോഴും ആ ഒരു ആശങ്ക അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മുഖത്തെല്ലാം ഒരു ആശ്വാസത്തിന്റെ ചിരിയുണ്ട്. കാരണം ആ ഒരു യുദ്ധമുഖത്ത് നിന്നും വളരെ പെട്ടെന്ന് അവരുടെ ഉറ്റവരുടെ അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസമൊക്കെ അവിടെ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നും പറയുന്നു.